രൂപ പോലും പരസ്യത്തിന് മുടക്കാതെ ഇന്ന് ഒരു സംരംഭം വിജയിക്കുമോ? അതും വസ്ത്രവ്യാപാര രംഗത്ത്? ഉത്തരം ഇതാണ്, സുഡിയോ. വെറും 7 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ വസ്ത്രവ്യാപാര രംഗത്തെ കൊമ്പന്മാരെ പോലും വെല്ലുവിളിച്ച് വളർന്നു വന്ന സുഡിയോ. പാവപ്പെട്ടവരെന്നില്ല, പണക്കാരെന്നില്ല, ഇവിടെ എന്തും നിങ്ങൾക്ക് 1000 രൂപയിൽ താഴെ കിട്ടുള്ളൂ. എങ്ങനെയാണ് സുഡിയോ ഇത്ര ജനപ്രിയമായത്? ലെറ്റ്സ് ടോക്ക് ബിസിനസ്. കഥ തുടങ്ങുന്നത് 1998-ൽ. ലാക്മേ ഇന്ത്യയിലുണ്ടായിരുന്ന 50% ഓഹരികൾ ടാറ്റ ഗ്രൂപ്പ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് വിൽക്കുന്നു. ഇതിലൂടെ കിട്ടിയ പണം ടാറ്റ റീറ്റെയിൽ എന്റർപ്രൈസ് ലിമിറ്റഡ് അഥവാ ട്രെൻഡ് രൂപീകരിച്ച് അതിലേക്ക് നിക്ഷേപിക്കുന്നു. ഇന്ത്യൻ കോസ്മെറ്റിക് വിപണിയിലേക്കുള്ള ടാറ്റയുടെ പ്രവേശനത്തിനായാണ് ഇങ്ങനെ ഒരു നീക്കം രത്തൻ ടാറ്റ നടത്തിയത്. വളർത്തമ്മയായ സിമോൺ ടാറ്റയെ ട്രെൻഡിന്റെ മേധാവിയായി രത്തൻ ടാറ്റ നിയമിക്കുകയും ചെയ്തു. എന്നാൽ കോസ്മെറ്റിക് ബ്രാൻഡ് അപ്പോൾ വേണ്ട എന്ന് സിമോൺ ടാറ്റ പറഞ്ഞു. ഇന്ത്യൻ വിപണി അപ്പോഴതിന് പറ്റിയതല്ലെന്ന് അവർ വിലയിരുത്തി. പകരം വസ്ത്രവ്യാപാര രംഗത്തേക്ക് ചുവട് വയ്ക്കാമെന്ന് സിമോൺ ടാറ്റ തീരുമാനിച്ചു. അങ്ങനെ വെസ്റ്റ്സൈഡ് തുടങ്ങി. സദേൺ മുംബൈയിലെ ഹ്യൂസ് റോഡിൽ ആദ്യ ഷോറൂം തുടങ്ങി. വസ്ത്രനിർമ്മാതാക്കളുമായി ടാറ്റ ഗ്രൂപ്പിനുള്ള നല്ല ബന്ധം മുതൽക്കൂട്ടായി. ഇന്ത്യൻ ഫാഷൻ രംഗത്ത് വെസ്റ്റ്സൈഡ് പേര് പിടിച്ചു. കുർത്തിയും ജീൻസും പോലെയുള്ള കോമ്പിനേഷനുകൾ നമ്മുടെ നാട്ടിൽ ഹിറ്റാക്കിയത് വെസ്റ്റ്സൈഡ് ആണെന്ന് പറയാം. പക്ഷേ വസ്ത്രവിപണിയിൽ ഒരു സ്ഥാനം നേടാൻ വെസ്റ്റ്സൈഡിനായില്ല. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വെസ്റ്റ്സൈഡ് നല്ല ഒരു ചോയ്സ് ആയിരുന്നില്ല എന്നതാണ് കാരണം. വെസ്റ്റ്സൈഡിൽ നല്ല സ്റ്റൈൽ ആൻഡ് ഡ്രസ്സ് കിട്ടും, പക്ഷേ വിലയോ? അതൊരു ചോദ്യമായിരുന്നു. ഇടയ്ക്കിടെ പോയി ഡ്രസ്സ് എടുക്കാൻ സാധാരണക്കാർ വെസ്റ്റ്സൈഡ് തിരഞ്ഞെടുത്തില്ല. വെസ്റ്റ്സൈഡ് സൈഡായി. വിപണിയിൽ ചലനമുണ്ടാക്കാൻ കഴിയാതെ വന്നതോടെ ഇനി എന്ത് എന്ന ചോദ്യം രത്തൻ ടാറ്റയ്ക്ക് മുന്നിലെത്തി. ഉത്തരം നൽകിയത് സിമോൺ ടാറ്റ. ആ ഉത്തരമാണ് ഇന്ത്യൻ വസ്ത്രവിപണിയിലെ വിപ്ലവം, സുഡിയോ. എല്ലാം 1000 രൂപയ്ക്ക് താഴെ മാത്രം വിൽക്കുന്ന ഷോറൂമുകൾ വേണം. മട്ടിലും ഭാവത്തിലും പ്രീമിയം സ്വഭാവമുള്ളവ. നല്ല സ്റ്റൈൽ ആൻഡ് ഡ്രസ്സുകൾ എപ്പോഴും വിൽപ്പനയ്ക്കുണ്ടാകണം. ലോഗോ സിമ്പിൾ ആകണം. പരസ്യങ്ങളല്ല, ആളുകൾ പറഞ്ഞ് ഇതിനെപ്പറ്റി അറിയണം. മൗത്ത് പബ്ലിസിറ്റിയാണ് പ്രധാനം. വിലക്കുറവിൽ വിൽക്കുന്നതാണെങ്കിലും ഡിസ്കൗണ്ട് ഷോപ്പിങ്ങിനായി മാത്രം ആളുകൾ എത്തുന്ന ഇടമാകരുത്. സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് പോലെ വന്ന് ഷോപ്പിംഗ് ചെയ്യാൻ തോന്നുന്നതാകണം. രാജ്യത്തെ ടയർ 2, ടയർ 3 നഗരങ്ങളിൽ ഷോറൂമുകൾ വരണം. സിമോൺ ടാറ്റ കണ്ട ഈ സ്വപ്നമാണ് സുഡിയോ. 2016-ൽ ആദ്യ ഷോറൂം വന്നു, ബംഗളൂരുവിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ. അന്ന് 3 കിലോമീറ്ററോളം ഗതാഗതം സ്തംഭിച്ചു. സുഡിയോയുടെ തലവര മാറിയത് കോവിഡ് കാലത്താണ്. ലോക്ക്ഡൗൺ കാലത്ത് പല ബിസിനസ്സുകളും പൂട്ടിപ്പോയി. പല കെട്ടിടങ്ങളും ഒഴിഞ്ഞുകിടന്നു. അതോടെ കെട്ടിട വാടകയിൽ ഇടിവുണ്ടായി. അപ്പോൾ സുഡിയോ മാനേജർമാർ കെട്ടിടങ്ങൾ സ്വന്തമാക്കി. ലോക്ക്ഡൗൺ കഴിഞ്ഞ പാടെ ഷോറൂമുകൾ തുറന്നു. അപ്പോഴോ ഒട്ടുമിക്ക നഗരങ്ങളിലും സുഡിയോ വന്നു. ആദ്യം ഈ കെട്ടിടത്തിൽ ഇത് എന്താണെന്നറിയാതെ നാട്ടുകാരും കുഴങ്ങിയിരുന്നു. എല്ലാ ഷോറൂമുകളിലും സ്റ്റൈൽ ആൻഡ് ഡ്രസ്സുകൾ നിറയെ നിരന്നു. ഇൻഫ്ലുവൻസർമാരും സാധാരണക്കാരും എല്ലാം ഷോറൂമുകളിലെത്തി. സ്റ്റൈൽ ആൻഡ് കാഷ്വൽ ഡ്രസ്സുകൾ മറ്റ് ബ്രാൻഡുകളേക്കാൾ വിലക്കുറവിൽ കണ്ട് എല്ലാവരും ഞെട്ടി. കോളേജ് വിദ്യാർത്ഥികളും ടീനേജ് കുട്ടികളും തുടങ്ങി മുതിർന്നവർക്കും സുഡിയോ ഫസ്റ്റ് ഓപ്ഷനായി. ചെറുനഗരങ്ങളിലും സുഡിയോ ഷോറൂമുകൾ തുറന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ 1 മിനിറ്റിൽ ഇന്ത്യയിലെ വിവിധ ഷോറൂമുകളിലായി സുഡിയോ വിറ്റത് 90 ടീഷർട്ട്, 17 ലിപ്സ്റ്റിക്ക് എന്നിവയാണ്. 2019-ൽ വരുമാനം 204 കോടി, 2020-ൽ 478 കോടി, 2021-ൽ 480 കോടി, 2022-ൽ 1108 കോടി, 2023-ൽ 3537 കോടി. ഇന്ത്യൻ വസ്ത്രവിപണിയിൽ സുഡിയോ അതികായനായി. സുഡിയോയുടെ ബിസിനസ് തന്ത്രം ഫോക്കോ മോഡലാണ്, അതായത് ഫ്രാഞ്ചൈസ് ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് മോഡൽ. ഇതെന്തെന്നാൽ ഷോറൂം സെറ്റപ്പ് ചെയ്യുന്നത് ഇൻവെസ്റ്റർ ആയിരിക്കും, എന്നാൽ അവിടുത്തെ പ്രവർത്തനങ്ങളും റണ്ണിംഗ് കോസ്റ്റും ബ്രാൻഡ് വഹിക്കും. നിരവധി സുഡിയോ ഷോറൂമുകൾ തുറക്കാൻ കാരണമായത് ഇതാണ്. വെറും 7 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ നഗരങ്ങളിലായി ഇന്ന് 500-ലധികം ഷോറൂമുകൾ സുഡിയോയ്ക്കുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ അഫോർഡബിൾ ആയ സ്റ്റൈലായ ഫാഷന്റെ മറ്റൊരു പേരായി ഇന്ന് സുഡിയോ. പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും എല്ലാം ഫാഷൻ ഡെസ്റ്റിനേഷൻ.